പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഒരു പ്രധാന കാരണം, മക്കളെ, ഒരു മനുഷ്യൻ്റെ സുബോധം നഷ്ടപ്പെടണമെങ്കിൽ അവൻ കള്ളോ കഞ്ചാവോ കഴിക്കണമെന്നില്ല. എന്നാൽ അവൻ്റെ ആ ആത്മീയ വിശ്വാസം അല്ലെങ്കിൽ ഒരാളിലുള്ള വിശ്വാസം അത് നമ്മൾ തെറ്റായി പോയി വിശ്വസിച്ചെന്ന് നമ്മൾ അബദ്ധത്തിൽപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതിൽ നിന്ന് നമുക്ക് തലയ്ക്ക് മറ്റുപിടിക്കല്ല. അപ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഞാനിത് പറയാൻ കാരണം, സഹോദരങ്ങളെ, മതവും രാഷ്ട്രീയവും കൂടെ കേരളത്തിൽ ഒന്നായിരിക്കുകയാണ്. അവർ ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുന്നു, ഒരേ ആശയം തന്നെ. കാരണം ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, വെള്ളാപ്പള്ളി നടേശൻ ആരാണ്? അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ SNDPയുടെ തലപ്പത്തുള്ള ആൾ. ആ മനുഷ്യനെന്ന് പറയുകയാണ്, വേണ്ടപ്പെട്ട എല്ലാം മുസ്ലിം എടുത്തെടുത്തു, ബാക്കി എന്തു കിട്ടാനാണെന്ന്. ഞാൻ വെള്ളപ്പള്ളിയോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? നീ എവിടെ, ഏത് സ്ഥാനത്തായിരിക്കുന്നത്? നീ ഇരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ കീഴിൽ. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്തായിരുന്നു, വാക്കുകൾ എന്താണെന്നു അതിനനുസരിച്ച് ജനങ്ങളെ ഉദ്ബോധനം ചെയ്ത് അവരെ കൊണ്ടു നടത്താനാണ്. പറഞ്ഞുതരാം. നീ മുസ്ലിമുമാർക്കും ഇത് പേരെടുക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, ശ്രീനാരായണ ഗുരു പറഞ്ഞ എന്താ നിനക്കറിയാമോ? അതിനറിയത്തില്ല. കാരണം അന്ന് ചാരായം വെച്ച് നടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എങ്കിൽ അത് നിനക്കറിയാമെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം എന്നോ ക്രിസ്ത്യാനെന്നോ ഹിന്ദു എന്നോ പേര് നീ എടുക്കുന്നു? നീ ഏത് വിധത്തിൽ പോകുന്നു എന്നുള്ള ലോകത്തിനറിയാം. അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഇപ്പം പിടിവള്ളി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ വെപ്രാളമാണ്. ഈ വെപ്രാളം പിടിച്ചിട്ട് കാര്യമില്ല മക്കളെ. നീ ചെയ്ത പ്രവൃത്തിക്ക് ഫലം നീ അനുഭവിക്കാതെ പോകത്തില്ല. അവിടെ ആരും പുറകെ വരത്തില്ല. നീ സ്വയമേ അനുഭവിക്കും. നീ ഒരു മതത്തിൻ്റെ നേതാവ്, നിന്റെ മകൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, നീ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു, നിന്റെ മകൻ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ. എന്തുവാ നിങ്ങളുടെ വ്യക്തിത്വം? എന്തുവാ? എന്തിനു വേണ്ടി നിങ്ങളുടെ അപ്പനും മോനും രണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു? നിങ്ങൾ ഈ വെള്ളാപ്പള്ളിയോട് ഞാൻ ചോദിക്കുക, നിനക്ക് രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം എന്തുവാ? ഞാൻ പറയാം. നീയല്ല, എല്ലാ മതങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരൊരുമിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ കയ്യിലുള്ള കാര്യങ്ങളൊന്നും ആരും ചെക്ക് ചെയ്യാൻ വരരുത്. കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ എന്തുമാത്രം കാശുണ്ടെന്ന് UP ആദിത്യനാഥ് ചെയ്ത പോലെ ചെയ്താൽ കേരളത്തിലെ 8 നേതാക്കന്മാർ അവരുടെ സ്വത്ത് വെളിപ്പെടുത്തിൻ്റെ ബാക്കി ഗവൺമെൻറ്റിൻ്റെ കൈ പോവും. വേറൊന്നും കിട്ടത്തില്ല. സമുദായ നേതാക്കന്മാർ, മത നേതാക്കന്മാർ, അവരുടെ കയ്യിലുള്ള കാശ് അവർക്ക് സുഖജീവിതം നയിക്കാനുള്ള അവരുടെ കയ്യിലുള്ളതല്ല. അവർ സമുദായത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം അവർക്ക് സുഖമായി ജീവിക്കണം. അത് പിടിക്കപ്പെടരുത്. അതിന് വേണ്ടിയ ഈ രണ്ട് കൂട്ടും അവരോടെ കയ്യിലുള്ളതും അത് പോകാതെ സുഖജീവിതം ഇനിയും ജീവിക്കാനായിട്ട് രാഷ്ട്രീയവും മതം കൂടെ ഒന്നിച്ച് നടക്കുക. നിങ്ങൾ നടന്നോളീൻ. എവിടെ ചെന്നടുക്കും? ഈ വോട്ട് അടുക്കണമെങ്കിൽ വിശ്വാസികൾ തുടങ്ങിയതേ ഒക്കുള്ളൂ. ഇതൊക്കെ അമരത്തിരുന്ന് നിങ്ങൾക്ക് തോന്നിയിടത്തോട്ട്
വള്ളം ബോട്ട് തിരിച്ചു വിട്ടാൽ നടക്കത്തില്ല. അതിന് കൊമ്പത്തൊരാളിരിപ്പുണ്ട്. അവൻ്റെ കാലിൽ വെച്ചിരിക്കുന്ന നയമ്പ് വെച്ച് നിന്റെ അളനയമ്പിനെ തെറ്റിച്ച് അവനുദ്ദേശിച്ച ദിശയിലേക്ക് വിടും. നിങ്ങൾ മനസ്സിലാക്കിക്കൂ. രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും ആരുമായിട്ട് ഇന്ന് കാണുന്നവനെല്ലാം ജനങ്ങളെ ജാതി എന്തോ ഓരോരോ പേര് പറഞ്ഞ് നടക്കുക. ആ രാഹുൽ ഗാന്ധി കള്ളന് കഞ്ഞി വെച്ചവൻ കേരളം മുഴുവൻ ഒരു പെണ്ണെ കൊണ്ട് നടന്നു. കേരളത്തിൽ വന്നു അവർ സെക്യൂരിറ്റി അവൻ്റെ ഹോട്ടലിൽ എന്തിനാ അവനും പെണ്ണും കൂടെ കിടക്കുന്നത് വേറെ ആരും ശല്യം ഉണ്ടാക്കാതിരിക്കും. അവൻ അവിടെ കൊണ്ട് ആൻഡമാനിൽ പോയി. ഏതെങ്കിലും ഒരു അവൻ അനങ്ങിയോ? ഇതെല്ലാം നിങ്ങളെ വേണ്ട. ഒരു സാധാരണക്കാരന് ഒരു ലോഡ്ജ് റൂം തനിയാണെങ്കിലും അവൻ്റെ ആധാരം മറ്റേത് എവിടുന്ന് വരുന്നു? വേണ്ട. ഇനി ഞാൻ കൂടുതൽ പറയില്ല. ഏതായാലും കൊള്ളാം. നിങ്ങളും മതങ്ങളും രാഷ്ട്രീയവും കൂടെ ഒരുമിച്ചു. നിങ്ങൾ മതത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാർ എണ്ണിയാൽ എത്ര ഉണ്ട്? എടാ മക്കളെ, അതിനേക്കാൾ 10 ഇരട്ടി ഉണ്ടാം പൊതുജനം. അവർ തിരിഞ്ഞു നിന്നാൽ അവർ തിരിക്കുകയല്ല, തിരിഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ വെപ്രാളം കൊണ്ടാണ് ഇപ്പം എല്ലാം കരഞ്ഞു പോകുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യേ, സമയം അടുത്ത് വരുന്നു. നിങ്ങളെല്ലാം ഞാൻ ഇന്ദിരാ വഴി ഒരു പുരോഹിത വർഗത്തെക്കുറിച്ച് അതിനൊക്കെ കഷ്ടമായിട്ട് വരും. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എന്തല്ല, ഞാൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ കച്ചവടം എന്തുവാ, വെളിയിൽ നിന്ന് ഒരു സാധനം മേടിച്ച് വിൽക്കുക. ഇന്ന് നിങ്ങളുടെ ഏത് വിധത്തിൽ നിങ്ങൾ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റിനെ ഞാൻ ചോദിക്കില്ല, കാരണം അവരുടെ എനിക്ക് ക്ലിയറായിട്ട് കോൺഗ്രസിനോട് ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരുത്തൻ നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ആസ്തി എന്തായിരുന്നു, ഇപ്പോൾ ആസ്തി എന്താണ് എന്ന് നിങ്ങൾക്കൊന്ന് വെളിപ്പെടുത്താവോ? ആർക്കെങ്കിലും? ബി.ഡി. സതീശനെന്തിനാ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പുറകെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? അവൻ്റെ കയ്യിലിരുന്ന തേങ്ങ പൊരിക്കാൻ അവന് കഴിയാത്തതുകൊണ്ട് ആ തേങ്ങ വേറൊരിടത്ത് പൊരിച്ചു. ഇനി അത് കിട്ടത്തില്ലെന്നുള്ള ചിന്തയിൽ കൂടിയാണ്. ഇനി ഞാൻ കൂടുതലൊന്നും പറയില്ല. ദൈവം അനുഗ്രഹിച്ചെങ്കിൽ മക്കളെ, ഞാൻ കേരളത്തിൽ ജീവനോടുണ്ടെങ്കിൽ ഞാൻ പലത് കാണും. ഞാൻ പറഞ്ഞത് അതുപോലെ സംഭവിക്കുകയും ചെയ്യും. മതവും രാഷ്ട്രീയവും ഒന്നിച്ചോ. നിങ്ങളവിടെ കാരണം നിങ്ങൾ തന്നെയാണ് രാഷ്ട്രീയക്കാരാണ് നിയമം ഉണ്ടാക്കുന്നത്, മതങ്ങൾ അവരുടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ഇതാരുടെ പേരില്ല? പൊതുജനങ്ങളുടെ മണ്ടേനെ. ഈ പൊതുജനങ്ങൾ തിരിക്കുമ്പോൾ ഈ നിങ്ങളുടെ നിയമം ഇവിടെ പോവും. ഈ പോലീസുകാരും നിങ്ങളുടെ ഇതൊക്കെതിരായിട്ട് വരും. അവർ പൊതുജനങ്ങളാണ്. അവർ നിങ്ങളുടെ അടിമകളല്ല. അവരിന്ന് എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിക്കുന്നു, അതിനെല്ലാം തിരിച്ചറിവുണ്ടാവും. അവർ പോലും നിൽക്കും. വീണ ജോർജിനെ നിർത്തിയത് ആറന്മുളയിൽ നിന്ന് ആരെ നിർത്തി, ആരെ സപ്പോർട്ട് ചെയ്ത്? ഏതൊരാളെങ്കിലും നമ്മളെ ശരി, നമ്മളൊരു സ്ഥാനാർത്ഥിയെ നിർത്തി, ആ സ്ഥാനാർത്ഥി എന്തെങ്കിലും ഒരു നല്ല കഴിവുള്ള മനുഷ്യനായിരിക്കണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആ വീണ ജോർജിന് കഴിവുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതുകൊണ്ടാണ് ക്യൂബയിൽ പോയി മെഡിക്കലിൻ്റെ ഇതെല്ലാം കൂടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്നാൽ അതല്ല, ഈ നശിച്ച രീതിയിൽ നമ്മൾ ഏത് നായയും പിടിച്ച് അങ്ങോട്ട് കയറ്റിവിടുക. എൻ്റെ സഭയുടെ ആളാണ്, കയറ്റിവിടുക. അവിടെ പോയി കുറച്ചുകൊണ്ട് നിന്നാൽ മതിയോ? അല്ല. ഏത് കൂട്ടത്തിൽ ഒരു മന്ത്രിയായോ ഏത് ഇതിൻ്റെ മന്ത്രിയായോ അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ
അറിയുന്നവരോട് ചോദിച്ച് അവരുടെ കീഴിൽ IAS എല്ലാം ഉള്ള ആൾക്കാരുണ്ട്, അവരോട് മെഡിക്കൽ എഞ്ചിനീയറുടെ ആൾക്കാരുണ്ട്, അവരോട് ചോദിക്കുന്നത് മക്കളെ ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ പഠിച്ച് അതിനൊന്നും ഇവക്കൊന്നും സമയമില്ല. അവക്കൊക്കെ അവിടെ ഇവിടെയും ഉദ്ഘാടനവും മറ്റേതും ഈ ഞാൻ ബാക്കിയൊന്നും പറയില്ല, പോട്ടെ. ഏതായാലും കൊള്ളാം. കേരളത്തെ ജനങ്ങളെ കുറ്റം പറഞ്ഞാൽ മതി. നിങ്ങൾ ആവശ്യമില്ല ഇവരുടെ പുറകെ പോയി. കൊടിക്കുന്നിൽ സുരേഷ് എവിടെ നിന്നാണ് ജയിച്ചത്? MP ആയിട്ട് ജയിച്ചതിന് ശേഷം ആ സ്ഥലത്തെ എത്ര പ്രാവശ്യം വന്നു? ജയിച്ചു കഴിഞ്ഞൊരു പര്യടനം നടത്തി എല്ലാം കൂടെ ഉപ്പൊക്കെ പിടിച്ച് അത് കഴിഞ്ഞിട്ട് വാഹനം ചാട കുന്നു കൊടുത്തിട്ട് എല്ലാ ഇടത്തും എന്താ ഇവന്മാർ തമ്മിൽ അടിയാ. ഞാനാ കൊണ്ടുവന്ന് മറ്റേ ഞാനാ കൊണ്ടുവന്ന് ഇപ്പം എല്ലാം കൂടെ അടിച്ചോണ്ടിരിക്കേ. പൊതുജനങ്ങൾ 10, 500, 1000 മരിച്ചു പോവും. അവർക്ക് ചികിത്സ കിട്ടത്തില്ല, ഒന്നും കിട്ടില്ല. നിങ്ങൾ റേഷനിൽ പോലും നിങ്ങൾ തരത്തില്ല. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഒരു നേരം ഒരു കപ്പയെങ്കിലും പുഴുകി ചെവിടെങ്കിലും മേടിച്ച് തിന്ന ജീവനോട്ടിരിക്കും. എന്നാലും നീയൊക്കെ മര്യാദ പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ കാണും.